ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമിസ്റ്റർ ലിറ്റ്മോസ്ഫിയറിലെ ഹാഫ് എ ഡേ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ചെറിയൊരു സ്റ്റോറിയാണ്. നമ്മളിവിടെ ഈ സ്റ്റോറിയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള സമ്മറിയും അതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്ക് ഉൾപ്പെടെയുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1. The narrator, a young child, is taken to school by his father. ഒരു കുട്ടിയെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ് നമ്മൾ കഥയിൽ കാണുന്നത്. പുതിയ യൂണിഫോമൊക്കെ ഇട്ടിട്ട് കുട്ടീനെ ആദ്യമായിട്ട് കുട്ടിയുടെ അച്ഛനാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. ഫീലിംഗ് അപ്രഹെൻസീവ് അബൌട്ട് ലീവിങ് ദ കംഫർട്ട് ഓഫ് ഹോം. കുട്ടിക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഉണ്ടായിരുന്നതുപോലെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ വലിയ താല്പര്യമില്ല. ഈ വീട്ടിൽ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് എന്തിനാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് കുട്ടി ചിന്തിക്കുന്നത്. The surroundings are described, including gardens, fields and trees. ഇനി സ്കൂളിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ വിവരിക്കുന്നുണ്ട്. ഒരു ഗ്രാമപ്രദേശം പോലെയാണുള്ളത്. ഇങ്ങനെ ഗാർഡൻസ്, അതുപോലെ വയൽ, അതുപോലെ മരങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. ദ ചൈൽഡ് ക്വസ്റ്റ്യൻസ് ദ നെസസിറ്റി ഓഫ് സ്കൂൾ. അപ്പോൾ കുട്ടിക്ക് താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് കുട്ടി അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്തിനാണ് എങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്, ഞാൻ വികൃതിയൊന്നും കാണിക്കില്ല, നല്ല കുട്ടിയായിട്ടിരിക്കാം എന്നൊക്കെയാണ് കുട്ടി പറയുന്നത്. The father reassures it is not a punishment and tells him it is to make him a man like his father and brothers. അപ്പോൾ അച്ഛൻ പറയുന്നത് നീ അങ്ങനെ വികൃതി കാണിച്ചതിനുള്ള ശിക്ഷയൊന്നുമല്ല അത്, നിനക്ക് ഞങ്ങളെപ്പോലെ അച്ഛനെയും ചേട്ടന്മാരെയൊക്കെ പോലെ വലിയൊരാളാവാൻ വേണ്ടിയിട്ടാണ് നിന്നെ സ്കൂളിൽ ചേർക്കുന്നതെന്നാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത്. പാർട്ട് 2. Upon entering the school, the child encounters a new environment filled with other students. സ്കൂളിലെത്തിയ സമയത്ത് പുതിയൊരു അന്തരീക്ഷമാണ് കുട്ടി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സാഹചര്യമാണ്. വേറെ കുറേ കുട്ടികളൊക്കെയാണ് അവിടെ ഉള്ളത്. ഇനീഷ്യലി ഫീലിംഗ് ലൈക്ക് എ സ്ട്രേഞ്ചർ. തുടക്കത്തിൽ കുട്ടിക്ക് ഒരു സ്ട്രേഞ്ചറിനെ പോലെയാണ് തോന്നുന്നത്. കാരണം അവിടെയുള്ള കുട്ടികളെ ഒന്നും അവന് പരിചയമില്ല, അവനെ അവിടെയുള്ള കുട്ടികൾക്കും പരിചയമില്ല. ദേ ഇവഞ്ച്വലി മേക്ക് ഫ്രണ്ട്സ് ആൻഡ് എൻഗേജ് ഇൻ വേരിയസ് ആക്ടിവിറ്റീസ്. പക്ഷെ കുറച്ച് സമയത്തിനുള്ളിൽ അവർ പരസ്പരം സംസാരിക്കാനും ഈ കുട്ടിക്ക് പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുന്നു, ബോയ്സായിട്ടും ഗേൾസായിട്ടും. കൂടാതെ അവർ പല ആക്ടിവിറ്റീസിലും അവിടെ കുറേ ഗെയിമിലൊക്കെ അവർ ഏർപ്പെടാൻ തുടങ്ങുകയാണ്. ഡിസ്കവറിങ് ദ ഡൈവേഴ്സ് ആസ്പെക്ട്സ് ഓഫ് സ്കൂൾ ലൈഫ്. അങ്ങനെ തുടക്കത്തിൽ സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമില്ലാതിരുന്ന കുട്ടിക്ക് സ്കൂൾ ഇഷ്ടപ്പെടുകയാണ്. കാരണം അവിടെ കുറേ ഫ്രണ്ട്സിന് കിട്ടി, അവിടെ കുറേ കളിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത്. പിന്നെ ടീച്ചർ വന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊരു വീട് പോലെ കണക്കാക്കണം, ഇവിടെയുള്ള ടീച്ചർമാരൊക്കെ നിങ്ങളുടെ അമ്മമാരെ പോലെയാണൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുട്ടി അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. പാർട്ട് 3. As time passes, the narrative unfolds the challenges of school life. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ അത്ര രസകരമല്ല സ്കൂൾ എന്നുള്ള കാര്യം കുട്ടി മനസ്സിലാക്കുകയാണ്. അവിടെ കുറച്ച് ചലഞ്ചസ് ഒക്കെ ഉണ്ട്, വെല്ലുവിളികളൊക്കെ ഉണ്ട്. ഇൻക്ലൂഡിങ് അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻസ്, അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ. ഇപ്പോൾ ഓടി കളിക്കുമ്പോൾ വീഴുക, എന്തെങ്കിലും അപകടം പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കോമ്പറ്റീഷൻ, കുട്ടികൾ തമ്മിലുള്ള മത്സരം. ആൻഡ് ദ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഇമ്പോസ്ഡ് ബൈ ദ ടീച്ചേഴ്സ്. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഡിസിപ്ലിൻ. നമുക്കറിയാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ചെറിയ ക്ലാസ്സുകളാകുമ്പോൾ ടീച്ചർ വഴക്ക് പറയും, ടീച്ചർ പഠിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ദ സ്കൂൾ ബിഗിൻസ് ടു റിവീൽ ഇറ്റ്സ് കോംപ്ലക്സിറ്റീസ്. അപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ ഫ്രണ്ട്സും കളികളൊക്കെ ആയിട്ടുള്ള സന്തോഷമാണെങ്കിൽ പിന്നെ കുട്ടിക്ക് മനസ്സിലാവുന്നത് അത് മാത്രമല്ല, ഇങ്ങനെ കുറച്ച് വെല്ലുവിളികൾ കൂടി അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടെന്ന്. പാർട്ട് 4. ദ സ്കൂൾ ഡേ കൺക്ലൂഡ്സ്. അങ്ങനെ സ്കൂളിൽ ആ ദിവസം കഴിഞ്ഞു. ആൻഡ് ദ ചൈൽഡ് എക്സ്പെക്ടിങ് ദെയർ ഫാദർ ഈസ് ലെഫ്റ്റ് വെയിറ്റിംഗ് ഇൻ വെയിൻ. കുട്ടിയോട് അച്ഛൻ പറഞ്ഞിരുന്നത് സ്കൂൾ വിട്ട് വരുമ്പോൾ അച്ഛൻ കൊണ്ടുപോകാൻ വരുന്നതാണ്. കുട്ടി പുറത്തു പോയി നോക്കുന്നു, കുറേ നേരം നിൽക്കുന്നു, പക്ഷേ അച്ഛൻ വരുന്നത് കാണുന്നില്ല. ദ സറൗണ്ടിങ്സ് ഹാവ് ഡ്രാസ്റ്റിക്കലി ചേഞ്ച്ഡ് ഔട്ട്സൈഡ് ദ സ്കൂൾ ഗേറ്റ്സ്. അങ്ങനെ കുട്ടി കുറേ നേരം അച്ഛനെ കാത്തു നിന്നിട്ട് അച്ഛനെ ഇല്ല എന്ന് മനസ്സിലായിട്ട് ഒറ്റയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് വരുമ്പോൾ ഉണ്ടായിരുന്ന മരങ്ങളും അതുപോലെ പാടവും അതുപോലെ ഗാർഡനും എന്നല്ല, അവിടെയുള്ള ചുറ്റുപാടൊക്കെ ആകെ മാറിയിരിക്കുന്നു. കുട്ടിക്കൊന്നും മനസ്സിലാവുന്നില്ല. With too many people, vehicles and buildings, leaving the child disoriented. അവിടെ ആകെ ആൾക്കൂട്ടും തിരക്കും അതുപോലെ ഒരുപാട് വാഹനങ്ങളും കുറേ ബിൽഡിങ്ങുകളൊക്കെയാണുള്ളത്. കുട്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്ന പോലത്തെ കാഴ്ചകളല്ല തിരിച്ചിങ്ങനെ പോകുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് കുട്ടിക്ക് കറക്റ്റായിട്ട് വഴിയൊന്നും മനസ്സിലാവുന്നില്ല. എ പാസർ ബൈ ഓഫേഴ്സ് അസിസ്റ്റൻസ്, റെഫറിങ് ടു ദ ചൈൽഡ് ആസ് ഗ്രാൻഡ് പ, ഇൻഡിക്കേറ്റിംഗ് ദ ഡേ റെപ്രസെൻറ്റ്സ് എ ഫുൾ ലൈഫ് സർക്കിൾ. അങ്ങനെ കുട്ടിക്ക് പരിചയമുള്ള ഒരാളെ കാണുന്നു. പരിചയമുള്ള ഒരാളെ കണ്ടിട്ട് അയാൾ ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കാമെന്ന് പറയുന്നു. ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ള റോഡ് ക്രോസ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാതെ നിൽക്കുകയാണ് ഈ കുട്ടി. ഈ സമയത്ത് കുട്ടിക്ക് പരിചയമുള്ള ഒരാൾ വന്നിട്ട് ഞാൻ സഹായിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സഹായിക്കാമെന്ന് പറയുന്ന ആൾ കുട്ടീനെ ഗ്രാൻഡ് പ എന്നാണ് വിളിക്കുന്നത്. അതൊരു സിംബോളിക്കായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും. കാരണം ഈ ഒരു ദിവസം എന്ന് പറയുന്നത്
ഒരൊറ്റ ദിവസത്തിൻ്റെ മാത്രം കഥയല്ല, ജീവിതത്തിന് ആകെയുമാണ് ഇവിടെ ഒരൊറ്റ ദിവസമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്കൂളിലേക്ക് പോകുന്നൊരു കുട്ടി പുറത്ത് വന്ന് ഇവിടെ റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ കുട്ടിയെ ഗ്രാൻഡ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ കുറേ സന്തോഷങ്ങളും അതുപോലെ വെല്ലുവിളികളും ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളായിട്ട് നമുക്ക് ഈ കഥയെ കണക്കാക്കാൻ വേണ്ടി കഴിയും. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് ദ നരേറ്റർ വെയർ ന്യൂ ക്ലോത്ത്സ്? എന്തുകൊണ്ടാണ് ഈ നരേറ്റർ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്? ദ നരേറ്റർ വോർ ന്യൂ ക്ലോത്ത്സ് ബിക്കോസ് ഇറ്റ് വാസ് ദ ഡേ ദേ വെർ ബീയിങ് സെൻറ്റ് ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. നമുക്കറിയാവുന്നതുപോലെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന ദിവസമായതുകൊണ്ടാണ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. എക്സ്പ്ലെയിൻ ഹൗ ദ ചൈൽഡ് ചലഞ്ചസ് ദി ഐഡിയ ഓഫ് സ്കൂളിംഗ്. ഈ സ്കൂളിൽ പോകുന്ന ആശയത്തെ കുട്ടി എങ്ങനെയാണ് ചലഞ്ച് ചെയ്യുന്നത്? The child challenges the idea of schooling by openly expressing a lack of understanding about why they have to go to school. കുട്ടി അച്ഛൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയുകയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ടതെന്നുള്ളത്. ഇൻസിസ്റ്റിംഗ് ദേ വിൽ നോട്ട് ഡു എനിത്തിങ് ടു അനോയ് ദെയർ ഫാദർ. കുട്ടി പറയുന്നത് ഞാൻ ഈ വികൃതിയൊന്നും കാണിക്കാതെ വീട്ടിൽ നല്ല കുട്ടിയായിട്ട് ഇരുന്നോളാം എന്നാണ്. അതായത് ഒരു പനിഷ്മെൻ്റ് ആയിട്ടാണ് കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് കുട്ടി കരുതിയിട്ടുള്ളത്. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. എക്സ്പ്ലെയിൻ ദ ചൈൽഡ്സ് തോട്ട്സ് ഓൺ സ്കൂളിംഗ്. കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് സ്കൂളിലേക്ക് പോകുന്നതെന്ന് പറയുന്നത്. കുട്ടിയുടെ ചിന്തകളാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റിംഗ് ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്, ദ ചൈൽഡ് റിവീൽസ് സ്കെപ്റ്റിസിസം ആൻഡ് റെസിസ്റ്റൻസ് ടുവേർഡ്സ് ദി ഐഡിയ ഓഫ് സ്കൂൾ. അപ്പോൾ ഈ സ്കൂളിൽ പോവുക എന്നുള്ള ആശയത്തോടുള്ള കുട്ടിയുടെ സ്കെപ്റ്റിസിസം, വിമർശനവും അതുപോലെ തന്നെ എതിർപ്പുമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. എക്സ്പ്രസിങ് ഡൗട്ട് അബൌട്ട് ദ പെർസീവ്ഡ് ബെനിഫിറ്റ്സ്. സ്കൂളിൽ പോകുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കുട്ടിക്ക് അതിൽ സംശയമുണ്ടെന്നാണ് കുട്ടി അവിടെ പ്രകടിപ്പിക്കുന്നത്. ഹൗ ഡിഡ് ദ ഫാദർ മോട്ടിവേറ്റ് ദ ചൈൽഡ് വെൻ ഹി ഹെസിറ്റേറ്റഡ് ടു എൻ്റർ ദ ക്ലാസ്. ഇനി സ്കൂളിലേക്ക് പോകാൻ കുട്ടി മടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കുട്ടിയുടെ അച്ഛൻ മോട്ടിവേറ്റ് ചെയ്യുന്നത്? ദ ഫാദർ മോട്ടിവേറ്റഡ് ദ ചൈൽഡ് ബൈ എംഫസൈസിങ് ദാറ്റ് സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്. ആദ്യം തന്നെ പറയുന്നത് ഒരു പണിഷ്മെൻ്റ് ആയിട്ടല്ല നിന്നെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതെന്നാണ്. ബട്ട് എ പ്ലേസ് ദാറ്റ് ഷേപ്സ് ബോയ്സ് ഇൻ ടു യൂസ്ഫുൾ മെൻ. നീ ഇപ്പോൾ ഒരു കുട്ടിയാണ്, നിനക്ക് വലിയൊരാളാവാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നതെന്നാണ് അച്ഛൻ പറയുന്നത്. എൻകറേജിങ് ദ ചൈൽഡ് ടു ആസ്പയർ ടു ബി ലൈക്ക് ദെയർ ഫാദർ ആൻഡ് ബ്രദേഴ്സ്. അപ്പോൾ അച്ഛനെ പോലെ അതുപോലെ തന്നെ ചേട്ടന്മാരെ പോലെ വലിയൊരാളാവാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. വൈ ഡിഡ് ദ ബോയ് ഫീൽ ലൈക്ക് എ സ്ട്രേഞ്ചർ ഇൻ ദ സ്കൂൾ. ഇനി കുട്ടിക്ക് എന്തുകൊണ്ടാണ് സ്കൂളിൽ ഒരു സ്ട്രേഞ്ചറിനെ പോലെ തോന്നിയിരുന്നത്? The boy felt like a stranger in school because he didn't know any of the other students and they didn't know him. അവൻ സ്കൂളിൽ ചെന്ന സമയത്ത് അവിടെയുള്ള കുട്ടികളൊന്നും അവൻ അറിയുമായിരുന്നില്ല. ഇനി ആ കുട്ടികൾക്കാണെങ്കിൽ അവനെയും അറിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവന് സ്ട്രേഞ്ചറായിട്ട് തോന്നിയത്. വാട്ട് യു തിങ്ക് അബൌട്ട് ദ ടീച്ചേഴ്സ് അറ്റംപ്റ്റ് ടു കൺസോൾ ദ ചിൽഡ്രൻ ബൈ കോളിംഗ് ദ സ്കൂൾ എ ന്യൂ ഹോം. ഇനി കുട്ടികൾ സ്കൂളിൽ ഫസ്റ്റ് ഡേ വന്നിട്ട് ഇങ്ങനെ മടിച്ചിരിക്കുന്ന സമയത്ത് ഇത് പുതിയൊരു വീടാണെന്ന് ടീച്ചർമാർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായമാണ് ചോദിച്ചിട്ടുള്ളത്. The attempt to console the children by calling the school a new home is met with a submission. അവരവിടേക്ക് സബ്മിറ്റ് ചെയ്യണം. അതായത് ആ സ്കൂളിൻ്റെ ഒരു ഭാഗമാണ് അവർ പുറമേ നിന്നുള്ളവരല്ല, വീട് പോലെ അത് അവരുടെ തന്നെയാണ് എന്നുള്ള ഒരു കാര്യം ടീച്ചർമാർ പറയുന്നത്. ബ്രിങ്ങിങ് എ സെൻസ് ഓഫ് കണ്ടൻമെൻറ്റ് ആസ് ലിവിങ് ബീങ്സ് ആർ ഡ്രോൺ ടു ഈച്ച് അതർ. അതുപോലെ അവിടെ ഉള്ളവരെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് എന്നുള്ള വീട്ടിലെ പോലെ തന്നെ ഒരു സെൻസാണ് ടീച്ചർമാരവിടെ കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. The boy turned happy when he found the rich variety in school. കമൻറ്റ്. തുടക്കത്തിൽ വിഷമത്തിലായിരുന്നെങ്കിലും സ്കൂളിലെ കാര്യങ്ങൾ കണ്ടപ്പോൾ സന്തോഷമായി. അതിനെക്കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. The boy turned happy when he discovered the rich variety in school, forming friendships and experiencing a diverse range of activities. അതിൽ പ്രധാനമായിട്ട് വരുന്നത് അവിടെയുള്ള മറ്റു കുട്ടികളായിട്ട് ഫ്രണ്ട്ഷിപ്പായി, കൂടാതെ ഒരുപാട് ആക്ടിവിറ്റീസ്, കുറേ ഗെയിമുകളൊക്കെ അവിടെ കളിക്കാൻ പറ്റും. അതൊക്കെയാണ് അവന് സന്തോഷമാവുന്നതിന് കാരണം. ഡിസ്പെല്ലിംഗ് ഈസ് ഇനീഷ്യൽ മിസ്ഗിവിങ്സ്. തുടക്കത്തിൽ ഉണ്ടായിരുന്ന വിഷമം മാറി അങ്ങനെ അവന് സന്തോഷം വരികയാണ്. വാട്ട് റിയലൈസേഷൻസ് മെയ്ഡ് ദ നരേറ്റർ സേ വി ഡിഡ് നോട്ട് ഫൈൻഡ് ഇറ്റ് ആസ് ടോട്ടലി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ് ആസ് പെർസ്യൂംഡ്. പക്ഷേ ഈ സന്തോഷം അധിക നേരത്തേക്ക് ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് അത്ര സുഖകരമായിട്ടുള്ള സ്ഥലമല്ല എന്ന് ഈ നരേറ്റർക്ക് മനസ്സിലാവുകയാണ്. അതിൻ്റെ കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. The narrator realized that school life was not as sweet and unclouded as presumed due to challenges like dust-laden winds. അവിടെ പൊടി അടിക്കുന്ന കാറ്റുണ്ട്, അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻസ്, അപ്രതീക്ഷിതമായിട്ടുള്ള ആക്സിഡൻറ്റുകളുണ്ട്. ഇപ്പോൾ കളിക്കുന്ന സമയത്ത് ഓടിയിട്ട് വീഴുക തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. റൈവൽറീസ്, കുട്ടികൾ തമ്മിൽ തർക്കം ഉണ്ടാവും, കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഒക്കേഷണൽ സ്റ്റേൺനെസ് ഓർ ഫിസിക്കൽ പണിഷ്മെൻറ്റ് ഫ്രം ദി ടീച്ചേഴ്സ്. ടീച്ചർമാരെ ഇടയ്ക്ക് വഴക്ക് പറയും, ചിലപ്പോൾ തല്ലും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കണ്ടപ്പോഴാണ് അത്ര സുഖകരമായിട്ടുള്ളതല്ല എന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ നരേറ്റീവ് ടെക്നിക്സ് യൂസ്ഡ് ബൈ ദ ഓതർ. ഇനി ഓതർ ഉപയോഗിച്ചിട്ടുള്ള നരേറ്റീവ് ടെക്നിക്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
ദി ഓതർ എംപ്ലോയ്സ് വിവിഡ് ഡിസ്ക്രിപ്ഷൻസ്, കുറേ ഡിസ്ക്രിപ്ഷൻസ്, സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന കാര്യം, സ്കൂൾ വിട്ട് വരുന്ന വഴിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഡയലോഗ്സ് ഉണ്ട്. ആൻഡ് ഇൻട്രോസ്പെക്റ്റീവ് തോട്ട്സ് ടു കൺവേ ദ നരേറ്റീവ്സ് ഇമോഷണൽ ജേർണി ആൻഡ് ദി ഇവോൾവിംഗ് പെർസെപ്ഷൻ ഓഫ് സ്കൂൾ ലൈഫ്. കൂടാതെ ഇൻട്രോസ്പെക്റ്റീവ് ആണ്, അതായത് ഈ കുട്ടിയുടെ ചിന്തകളെ കുറിച്ച് കഥയിൽ പറയുന്നുണ്ട്. സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള സമയത്ത്, ചെന്നതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഉള്ള കുട്ടിയുടെ തോട്ട്സ് കൂടി കഥയിൽ ഇൻട്രോസ്പെക്റ്റീവായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഡിസ്ക്രിപ്ഷൻ, ഡയലോഗ്, അതുപോലെ ഇൻട്രോസ്പെക്റ്റീവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ടെക്നിക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. Why did the boy resist his father's attempt to send him to school? What made him ask the question, why school? എന്തുകൊണ്ടാണ് കുട്ടി സ്കൂളിലേക്ക് പോകാനുള്ള ഒരു കാര്യം എതിർത്തത്? അതുപോലെ തന്നെ എന്തിന് സ്കൂളിൽ പോകണമെന്ന് കുട്ടി ചോദിക്കാനുള്ള കാരണം എന്തായിരുന്നു? The boy resisted going to school because he couldn't see any good in being torn away from the intimacy of home. വീട്ടിൽ അവന് വളരെ ഇൻറ്റിമേസിയാണ്, അതുപോലെ തന്നെ വളരെ കംഫർട്ടാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് അവന് മനസ്സിലാവുന്നില്ല. ഹി ക്വസ്റ്റ്യൻ ദ പർപ്പസ് ഓഫ് സ്കൂൾ, ആസ്കിങ് ഹിസ് ഫാദർ വൈ സ്കൂൾ. അതുകൊണ്ടാണ് ഈ സ്കൂളിൽ പോകേണ്ട ഉദ്ദേശം എന്താണെന്നുള്ള രീതിയിൽ അവൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഔട്ട് ഓഫ് എ ജെന്യുവിൻ ഡിസൈർ ടു അണ്ടർസ്റ്റാൻഡ് സിഗ്നിഫിക്കൻസ്. അവന് ശരിക്കും മനസ്സിലാവാത്തതുകൊണ്ടാണ് എന്തിനാണ് സ്കൂളിൽ പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് അവൻ അച്ഛനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് ഹോം ആസ് എ സിമ്പിൾ ഇൻ ദ സ്റ്റോറി. ഇനി ഹോം എന്നുള്ളത് ഒരു സിമ്പിളായിട്ട് ഈ കഥയിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. റെപ്രസെൻറ്റ്സ് കംഫർട്ട് ആൻഡ് ഇൻറ്റിമസി. ഹോം എന്ന് പറയുന്നത് നമ്മുടെ താമസിക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സെർവ്സ് ആസ് എ കോൺട്രാസ്റ്റ് ടു ദി അൺനോൺ ആൻഡ് പൊട്ടൻഷ്യലി ഹാർഷ് എൻവയോൺമെൻറ്റ് ഓഫ് സ്കൂൾ. സ്കൂൾ എന്ന് പറയുന്നത് ആദ്യമായിട്ട് പോകുന്ന സ്ഥലമാണ്, അവിടെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. അതേസമയത്ത് വീട് എന്ന് പറയുന്നത് കംഫർട്ടാണ്. അപ്പോൾ നമുക്കിങ്ങനെ അറിയാത്ത കാര്യങ്ങളുടെ ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ കംഫർട്ടായിട്ടുള്ളതാണ് ഹോം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. emphasizes the initial reluctance of the child to leave the familiar and venture into the unfamiliar. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കുട്ടിക്ക് ഫെമിലിയർ ആയിട്ടുള്ള, കുട്ടിക്ക് കംഫർട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മയാണ് ഇവിടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് സിംബോളിക്കായിട്ട് അവതരിപ്പിക്കുന്നത്. അതായത് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കംഫർട്ട് സോണുകളെ കുറിച്ച് പറയാറുണ്ട്. നമുക്ക് ഒരു വളർച്ച ഉണ്ടാവണമെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ചലഞ്ചസ് ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് ഈ കഥയിൽ വീട് വരുന്നത്. അതായത് നമ്മൾ കംഫർട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിലെ ചലഞ്ചസ് നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ള അതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് ഈ കുട്ടി വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കുന്നതിനെ ഇവിടെ ഈ സ്റ്റോറിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. The title of the story carries two edges of life. Explain. ഇനി കഥയുടെ ടൈറ്റിൽ ഹാഫ് എ ഡേ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ രണ്ട് അറ്റങ്ങളെ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഹാഫ് എന്ന് പറയുന്നത് നമുക്കറിയാം പകുതിയാണ്, അപ്പോൾ രണ്ട് ഭാഗം ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. Dual edges of life in the title. Half a day symbolizes both the beginning and the passage of time. ഈ കഥയിൽ ഹാഫ് എ ഡേ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കവും അതുപോലെ തന്നെ കാലം കടന്നു പോകുന്നതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് വരുന്നത്. അതായത് കുറച്ച് സമയം, ഹാഫ് എ ഡേ, കുറച്ച് നേരം എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ഇറ്റ് സിഗ്നിഫൈസ് ദ പൈവറ്റൽ എക്സ്പീരിയൻസ് ഓഫ് ദ ചൈൽഡ്സ് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ, മാർക്കിംഗ് എ ന്യൂ ബിഗിനിങ് ഇൻ ലൈഫ്. പിന്നെ നമ്മൾ ഈ കഥയിലെ കാര്യങ്ങൾ ആണ് പറയേണ്ടത്. അതായത് ഈ കുട്ടിയുടെ സ്കൂളിലെ ആദ്യത്തെ ദിവസത്തിനെയാണ് അവിടെ ഹാഫ് എ ഡേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളാണുള്ളത്. സൈമൾട്ടേനിയസ്ലി ഇറ്റ് ഹിൻസ് ദ ബ്രെവിറ്റി ഓഫ് ചൈൽഡ്ഹുഡ്. കൂടാതെ ജീവിതത്തിൻ്റെ ബ്രെവിറ്റി, നശ്വരത, അല്ലെങ്കിൽ ജീവിതം വളരെ ചെറുതാണ്, ജീവിതത്തിലെ ഓരോ കാലഘട്ടവും വളരെ ചെറുതാണ് എന്നുള്ളൊരു സിമ്പലാണ് ഈ ഹാഫ് എ ഡേ എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടിക്കാലം, നമ്മുടെ യൗവനം എന്നൊക്കെ പറയുന്നത് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ഇവിടെ ഹാഫ് എ ഡേ വരുന്നത്. സജസ്റ്റിംഗ് ദാറ്റ് ഹാഫ് എ ഡേ റെപ്രസെൻറ്റ് ജസ്റ്റ് എ ഫ്രാക്ഷൻ ഓഫ് വൺസ് ലൈഫ് ജേർണി, ഇൻഡിക്കേറ്റിംഗ് ദ ട്രാൻഷ്യൻ നേച്ചർ ഓഫ് യൂത്ത് ആൻഡ് ഇന്നസെൻസ്. ഇപ്പോൾ കുട്ടിക്കാലത്തെ നിഷ്കളങ്കത, അതുപോലെ നമ്മുടെ യുവത്വം തുടങ്ങിയതൊക്കെ വളരെയധികം പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതാണ്, കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നതിൻ്റെ ഒരു ധ്വനി നൽകുന്ന ഒരു ടൈറ്റിലാണ് ഈ ഹാഫ് എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതാൻ. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദർ വാസ് നോ ക്വസ്റ്റ്യൻ ഓഫ് എവർ റിട്ടേണിംഗ് ടു ദ പാരഡൈസ് ഓഫ് ഹോം.
വീടെന്ന സ്വർഗത്തിലേക്ക് തിരികെ പോവുക എന്നുള്ളൊരു ചോദ്യമേ അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. ഈസ് ഇറ്റ് അബൌട്ട് ദ ബ്രെവിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് കമൻറ്റ്, അത് ജീവിതത്തിൻ്റെ ക്ഷണികത അല്ലെങ്കിൽ ജീവിതം വളരെ ചെറുതാണ് എന്നതിൻ്റെ സൂചനയാണോ, അതിനെക്കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രെവിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ പാരഡൈസ് ഓഫ് ഹോം implies the fleeting nature of the idyllic carefree period of childhood. ഇവിടെ കുട്ടിക്കാലത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, നമ്മുടെ നിഷ്കളങ്കമായിട്ടുള്ള കെയർ ഫ്രീ ആയിട്ടുള്ള കുട്ടിക്കാലം. ഈ വീട്ടിലേക്ക് തിരികെ പോകാൻ കഴിയില്ല എന്ന് പറയുന്നത് നമ്മൾ വളർന്നു വലുതായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് തിരികെ പോകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ സിമ്പലാണ്. സജസ്റ്റ് that once a child embarks on the journey of formal education, the simplicity and innocence associated with the early years are left behind. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടി സ്കൂളിലേക്ക് ചെന്ന് സ്കൂൾ ജീവിതം ആരംഭിക്കുന്നതോട് കൂടിയിട്ട് ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പിന്നെ തിരികെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്നത് ആ ഒന്നും ടെൻഷൻ ഇല്ലാത്ത, റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആ കുട്ടിക്കാലത്തിലേക്ക് ഇനി തിരികെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ തരത്തിൽ ഹോം എന്ന് പറയുന്നത് അവിടെ ഈ കുട്ടിക്കാലത്തിൻ്റെ ഒരു സിമ്പലാണ്. highlights the irreversible nature of growing up and the inevitability of facing the complexities and the challenges of the outside world. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളർന്നു വലുതാവുക എന്ന് പറയുന്നത് നമുക്ക് തടയാൻ കഴിയാത്ത കാര്യമാണ്, പുറകോട്ട് കൊണ്ടുപോകാനും കഴിയാത്ത കാര്യമാണ്, അത് നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തതാണ്. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ പുതിയ വെല്ലുവിളികൾ, സങ്കീർണതകൾ ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ നേരിട്ടേ മതിയാവുള്ളൂ. അതില്ലാതെ നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിലേക്ക് മടങ്ങി പോകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു സിമ്പൽ കൂടിയായിട്ടാണ് ഇവിടെ ഹോമിനെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ സ്റ്റോറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളിതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്